പശ്ചിമേഷ്യയിൽ യുദ്ധത്തിൻ്റെ ഭീതി വിതച്ചുകൊണ്ട് ഇസ്രായേലും ഇറാനും വീണ്ടും നേർക്കുനേർ. ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചാൽ അതിൽ തെറ്റ് പറയില്ലെന്ന് ട്രംപും പ്രസ്താവിച്ചതോടെ ഇരു രാജ്യങ്ങളും തമ്മിൽ വീണ്ടും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടും എന്നത് ഉറപ്പായി. ഇറാൻ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കുന്നതും ആണവ പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോകുന്നതുമാണ് ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ട്രംപുമായി നടന്ന കൂടിക്കാഴ്ചയിൽ നെതന്യാഹു ഈ ആശങ്ക പങ്കുവച്ചു. ഇറാൻ്റെ ഏറ്റവും മാരകമായ മിസൈലാണ് ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ. ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളുടെ ശക്തി ഇസ്രായേലും അമേരിക്കയും തിരിച്ചറിഞ്ഞതാണ്. ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചാണ് ഖത്തറിലെ അമേരിക്കൻ താവളം ഇറാൻ ആക്രമിച്ചത്. എന്തായാലും ആ ആക്രമണത്തോടെ യുദ്ധത്തിന് താൽക്കാലിക വിരാമമായി. പക്ഷേ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പക ഒടുങ്ങുന്നില്ല. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക ആക്രമിച്ചെങ്കിലും ഇറാൻ്റെ ആണവ പദ്ധതികൾക്ക് മേൽ കനത്ത ആക്രമണമൊന്നും കനത്ത തിരിച്ചടിയൊന്നും നൽകാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല. അത് അമേരിക്കയുടെ വീഴ്ച തന്നെയായിരുന്നു. എന്തായാലും ആണവ പദ്ധതികളും ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളുടെ പരീക്ഷണങ്ങളുമായി ഇറാൻ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. വീണ്ടും ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാനാണ് ഇറാൻ ഒരുങ്ങുന്നത്. ഇസ്രായേൽ ഏത് നിമിഷവും തങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കുമെന്ന് ഇറാന് അറിയാം. അങ്ങനെ ആക്രമിച്ചാൽ മുമ്പ് കൊടുത്തതുപോലെ ശക്തമായ തിരിച്ചടി ഇസ്രായേലിന് കൊടുക്കുക എന്നുള്ളതാണ് ഇറാൻ്റെ ലക്ഷ്യം. ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളുടെ നിർമ്മാണത്തിൽ നിന്ന് പിന്തിരിയില്ലെന്ന് ഇറാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. ഇനി ഒരിക്കൽ കൂടി ഇറാനെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കൾക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമൈനിയും പ്രസ്താവിച്ചു. ഇറാൻ്റെ ആണവ പദ്ധതികളെയും ഇറാൻ്റെ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ നിർമ്മിക്കാനുള്ള ശ്രമത്തെയും ഗൗരവപരമായാണ് അമേരിക്ക കാണുന്നതെന്ന് ട്രംപ് പറഞ്ഞു. മാത്രമല്ല, അങ്ങനെ ഒരു സംഭവം ഇറാൻ തുടർന്നാൽ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നതിൽ തെറ്റില്ല എന്നും അതുകൊണ്ട് ഇറാൻ കരുതിയിരിക്കണമെന്നും ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. എന്തായാലും യുദ്ധത്തിൻ്റെ കാർമേഘങ്ങൾ പശ്ചിമേഷ്യയിൽ നിന്ന് വിട്ട് പോകുന്നില്ല. ഇസ്രായേലും അമേരിക്കയുമായി യുദ്ധം ചെയ്ത ഇറാൻ പശ്ചിമേഷ്യയിൽ ഏറ്റവും ശക്തമായ രാജ്യമായി വളർന്നു കഴിഞ്ഞു. റഷ്യയിൽ നിന്ന് ഇറാന് ധാരാളം ആയുധങ്ങൾ ലഭിക്കുന്നുണ്ട്. ചൈനയും ഇറാന് ആയുധങ്ങൾ നൽകുന്നുണ്ട്. അതിലൊക്കെ ഉപരിയാണ് ഉത്തര കൊറിയ ഇറാന് നൽകുന്ന സപ്പോർട്ട്. ആണവ പദ്ധതികൾ അതിവേഗം വികസിപ്പിക്കാനും ആണവായുധം നിർമ്മിക്കാനും ഇറാന് കഴിയുമെന്ന് അമേരിക്കയ്ക്കും ഇസ്രായേലിനും അറിയാം. ആണവായുധം സ്വന്തമായി നിർമ്മിക്കാൻ ഇറാന് കഴിഞ്ഞു കഴിഞ്ഞാൽ പശ്ചിമേഷ്യയിൽ ഇറാനെ വെല്ലാൻ മറ്റൊരു രാജ്യം ഉണ്ടാകില്ല. അതുകൊണ്ടാണ് 15 ദിവസം നീണ്ടുനിന്ന ഇസ്രായേൽ യുദ്ധത്തിൽ ഇറാൻ്റെ ആണവ നിലയങ്ങൾ ഇസ്രായേൽ ലക്ഷ്യം വെച്ചത്. ഇസ്രായേലിനെ കൊണ്ട് കഴിയില്ല എന്നായപ്പോൾ അത് അമേരിക്ക ഏറ്റെടുത്തു. പക്ഷേ അമേരിക്കയ്ക്കും ഇറാൻ്റെ ആണവ നിലയങ്ങളെ തകർക്കാൻ കഴിഞ്ഞില്ല. അമേരിക്ക ശക്തമായ ബോംബിങ്ങാണ് ഇറാൻ ആണവ നിലയങ്ങൾക്ക് നേരെ നടത്തിയത്. പക്ഷേ ആണവ നിലയത്തിൽ ഒരു പോറൽ പോലും ഉണ്ടാക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല എന്നത് പിന്നീട് തിരിച്ചറിഞ്ഞു. ഇറാനാകട്ടെ അമേരിക്കയോടും ഇസ്രായേലിനോടും ഒറ്റയ്ക്ക് നിന്ന് പൊരുതി ലോകത്തെ വിസ്മയിപ്പിച്ചു. ഇറാൻ യുദ്ധത്തിൽ ഇറാന് നാശനഷ്ടമുണ്ടായതിനേക്കാൾ കൂടുതൽ നാശനഷ്ടം ഇസ്രായേലിനാണ് ഉണ്ടായത്. അവരുടെ മൊസാദിൻ്റെ ആസ്ഥാനത്തിന് മുൻപ് വരെ ഇറാൻ്റെ മിസൈലുകൾ എത്തി. ഇറാൻ്റെ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും പ്രഹരശേഷി ലോകം തിരിച്ചറിഞ്ഞു. എന്തായാലും വീണ്ടും ഒരു യുദ്ധത്തിന് കോപ്പ് കൂട്ടുകയാണ് ഇസ്രായേലും ഇറാനും.
ഇറാൻ ആയുധം നിർമ്മിക്കുന്നതും ഇറാൻ ആയുധം നിർമ്മിക്കുന്നത് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. അങ്ങനെ ആയുധം നിർമ്മിക്കരുത് എന്ന് പറയാൻ മറ്റൊരു രാജ്യത്തിന് അധികാരമില്ല. ഇറാന്റെ സർവ അധികാരത്തിൽ ഇറാന്റെ സ്വതന്ത്ര അധികാരത്തിന് മേൽ കടന്നു കയറുകയാണ് അമേരിക്കയും ഇസ്രായേലും. എന്തായാലും ഇരുവരും തമ്മിലുള്ള പോര്, ഇസ്രായേൽ പോര് വീണ്ടും കനത്തിരിക്കുകയാണ്. ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പും ആ ആക്രമണം ഏത് നിമിഷത്തിലും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും ട്രംപും നൽകിയിരിക്കുകയാണ്.